ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല ചാള കിട്ടിയിട്ടോ. നല്ല പഞ്ഞിമീനൊക്കെ ഉള്ള നല്ല ചാള. അപ്പോൾ അത് വറക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ വറുത്തിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ചാളയാണ് കേട്ടോ. അതിൻ്റെ പഞ്ഞിമീൻ നല്ല വലിയ പഞ്ഞിമീനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ഞാൻ ചട്ടിയിലാട്ടോ വറക്കണേ. പണ്ടത്തെ പോലെ പണ്ടൊക്കെ മൺചട്ടിയിലാണല്ലോ മീൻ വറക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ ഉണ്ട് സുഖം കേട്ടോ. ചിലതിൻ്റെ തല കളഞ്ഞിട്ടില്ല കേട്ടോ. തല ടേസ്റ്റല്ല ചാളയുടെ. കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, എനിക്കിഷ്ടമാണ് ചാളയുടെ തല. ഇപ്പോൾ മീനൊക്കെ കുറവായതുകൊണ്ട് അധികം മീനൊന്നും വരണില്ല എന്ന് പറഞ്ഞു. മസാല പറ്റണത് കാണിക്കാതിരുന്നിട്ട് ഞാൻ ഓൾറെഡി മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നേരിട്ടുണ്ട് പറ്റുക ചെയ്യാറ്. കാരണം മസാല കാണിക്കാതിരുന്നത്. ഞാൻ മുന്നേ മസാലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകം, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എല്ലാം മിക്സിയിൽ ഇട്ടിട്ട്, വേപ്പില കുറച്ചധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. കുറച്ച് സുർക്കയും കൂടി ഒഴിക്കുകയാണെങ്കിൽ, സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ മസാല ഉണ്ടാക്കി വെക്കാറ്. പച്ച കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ആ സീസണിലൊക്കെ കുറച്ച് നല്ലത്, അതൊക്കെ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ വറുത്തെടുത്തിട്ട് അവിടെ കുട്ടികൾക്കൊക്കെ ഒന്ന് മൊരിയണം കേട്ടോ. എനിക്കും കുറച്ച് മൊരിഞ്ഞതാണ് ഇഷ്ടം. ഇതിലേക്കൊക്കെ വലിയ കുറച്ച് പറയാം കേട്ടോ. പിന്നെ ചെറിയ തീയിൽ വെച്ചാൽ വരണം. നന്നായിട്ട് വരച്ചിടാം. കലത്തിൽ ഇങ്ങനെ പുക വരും. അതാണ് പെട്ടെന്ന് ഇങ്ങനെ ചൂടാകുമ്പോൾ നന്നായി പുക എടുക്കും. മീനൊക്കെ മറിച്ചിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ 2-3 അയച്ച് പൊയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി സുഖത്തിലെടുക്കാം. ഞാൻ എല്ലാം കൂടി വെച്ച കാരണം മറിച്ചിടാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന്. അപ്പോൾ ഇനി മറ്റേ സൈഡൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അങ്ങനെ മീൻ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പഞ്ഞിമീൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. പഞ്ഞിമീൻ തേങ്ങ ചമ്മന്തിക്കാക്കി ചെയ്തിട്ടിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് റോസ്റ്റ് പോലെ ചെയ്തെടുക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പഞ്ഞിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല, ഇപ്പോൾ ഇങ്ങനെ ചെയ്യണുള്ളൂ ഒക്കെ. അപ്പോൾ നമുക്കത് എടുക്കാം. അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ തരിച്ച് ചോറിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചൂട്ടോടെ തന്നെ. ഞാൻ ആ മസാലയൊക്കെ കൂടെ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു ചിലപ്പം ഇടയ്ക്ക് ചെമ്മീനാണ് കേട്ടോ. കുട്ടികൾക്കിപ്പോൾ ചെമ്മീനാണ് ഇഷ്ടം. ചെമ്മീനാകുമ്പോൾ അതേപോലെ ചോറ് ചട്ടിയിൽ ചോറിടും. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടും ഒരു നല്ല ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഒരു വൈബാണ്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വറവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ല മൊരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ക്യാമറയിലൂടെ കാണുമ്പോൾ നല്ലോണം മൊരിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഒരു പാകത്തിനുള്ള മൊരിച്ചിലോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ചാള. ഓക്കെ, താങ്ക് യു.